മഞ്ജു പിള്ളை 20 വയസ്സിൽ തിരിച്ച് ഒരു കത്ത് എഴുതണമെങ്കിൽ, മഞ്ജു പിള്ളை 20 years, ആ മഞ്ജു പിള്ളയ്ക്ക് ഒരു കത്ത് മഞ്ജുവിന് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ മകൾ എഴുതണമെങ്കിൽ നിങ്ങൾ ഒരാൾ എഴുതിയാൽ മതി, എന്തായിരിക്കും അതിൽ? ഞാൻ 20 വയസ്സുള്ള ആൾക്ക് എഴുതുമ്പോൾ live your life, explore your life, enjoy your life. അത് കഴിഞ്ഞിട്ട് മതി ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കാം. വെരി നൈസ്. ബിക്കോസ് എൻ്റെ 18 ഇയേഴ്സിലാണ് എൻ്റെ ഫസ്റ്റ് മാരേജ്. 20ാമത്തെ വയസ്സിൽ ഐ ഗോട്ട് അതൊരു 1.5-2 വർഷം നിന്നിരുന്ന ഒരു റിലേഷനായിരുന്നു. അതിൽ ബിക്കോസ് 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, എനിക്കിപ്പോഴും വിളി ചെറുതാണ്, കുഞ്ഞാ. അപ്പോൾ ആ 18 ഇയേഴ്സിൽ കല്യാണം കഴിച്ച് പോയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. അന്ന് വീട്ടുകാർ ആലോചിച്ച് തീരുമാനിച്ച മാരേജാണ്. അതിൻ്റെ പുറകിൽ വേറെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്താനുള്ള, അങ്ങനെ പ്രേമിച്ച് നടന്ന് കെട്ടിയതൊന്നുമല്ല. ഇഷ്ടപ്പെട്ടു, ആലോചിച്ചു, കെട്ടി. അപ്പോൾ അന്ന് ആ എൻജോയ് ചെയ്തെങ്കിലും കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത്, ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്ത്, നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത്, അങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വേണമല്ലോ. അങ്ങനെ നടക്കേണ്ട സമയത്താണ് ഞാൻ അങ്ങനെ ആയത്. കോളേജ് കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും ഇതുമായി. പിന്നെ കുറച്ച് നാൾ ഒന്നും ഇല്ല, സീരിയൽസ് അങ്ങനെയുള്ള കാര്യത്തിൽ തിരക്കായി. അപ്പോൾ സീരിയലും കാര്യങ്ങളൊക്കെ ആയി. ലൈഫ് ഉത്തരവാദിത്തങ്ങളിലേക്ക്, വീണ്ടും അധ്വാനങ്ങളിലേക്ക് പോയി. സീരിയൽസ് അറിയാലോ, ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടാണ്. ഡേയിൽ ഷൂട്ട്, നൈറ്റിൽ ഡബ്ബിങ്. അപ്പോൾ അങ്ങനെ ഹെക്റ്റിക്കായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു 10, 26, 27 വയസ്സാകുമ്പോൾ സുജിത്തിനെ കണ്ടുമുട്ടി. 20 വയസ്സ് കഴിഞ്ഞ് പിന്നെ 26. വെരി ഗുഡ്. അപ്പോൾ യു അണ്ടർസ്റ്റുഡ് ഒരുപാട്. അതാണ് നമ്മൾ ശരിക്കും കുട്ടികൾ അറിയേണ്ടതും. നമ്മളൊരു വീട്ടിൽ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അണ്ടർസ്റ്റാൻഡിങ് വേണം, പിടിച്ചു നിൽക്കണമെന്ന് പറയുന്ന അച്ഛനമ്മമാരോട് എനിക്ക് പറയാം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ അങ്ങനെ ചെയ്യില്ല കേട്ടോ. പക്ഷെ എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യണം കുട്ടി, എനിക്കത് കാണുമ്പോഴാണ് വിഷമം. ഒരു വാക്ക് നമ്മൾ എവിടെയെങ്കിലും നമുക്കൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നാറുണ്ട് എനിക്കിത് വായിക്കുമ്പോൾ.